ഞാൻ ഡോക്ടർ ആഷിത. മുടി കൊഴിച്ചൽ അഥവാ ഹെയർ ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടുമിക്ക ആളുകളിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. മുന്നേയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനൊരു പ്രായപരിധി, കുറച്ച് വയസ്സായ ആളുകളിലാണ് മുടി കൊഴിഞ്ഞു തുടങ്ങി എനിക്ക് വയസ്സായി എന്നൊക്കെ പറയുന്നത് കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു പ്രായപരിധി ഒന്നും ഇല്ലാണ്ട് ചെറുപ്പക്കാരിൽ പോലും നമ്മളൊരു മുടി കൊഴിച്ചൽ കാണുന്നുണ്ട്. നമ്മൾ ആണുങ്ങളിൽ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ മുടി കൊഴിച്ചൽ പതിയെ അതൊരു കഷണ്ടിയിലേക്ക് തന്നെ വഴിയൊരുക്കുന്നുണ്ട്. ഇത് അവർക്കൊരു കോൺഫിഡൻസ് തന്നെ, ഈ ആളുകൾക്ക് എല്ലാവർക്കും മുടി കൊഴിച്ചൽ നമ്മൾ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു ബുദ്ധിമുട്ടായി കണ്ടുവരുന്നുണ്ട്. ഇപ്പം പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് പറയുന്നത്, ഡോക്ടർ എനിക്ക് വല്ലാതെ മുടി കൊഴിയുന്നുണ്ട്, ഈ മുടി വളരാൻ വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് ഈ മുടി കൊഴിയുന്നത് നിർത്തി തരാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, വളരെയധികം മുടി കൊഴിഞ്ഞുകൊണ്ട് എനിക്ക് കഷണ്ടിയായി തുടങ്ങിയിട്ടുണ്ട്, എനിക്കിപ്പോൾ ഒരു ഫംഗ്ഷന് പോലും പോകാൻ തോന്നിയില്ല ഇങ്ങനെ കഷണ്ടി വന്നിട്ടെന്നൊക്കെ പറഞ്ഞ് മുടി കൊഴിച്ചിൽ ഇങ്ങനെ സാവധാനം വളരെയധികം ബുദ്ധിമുട്ടുന്ന രീതിയിൽ ആൾക്കാർ കണ്ടിങ്ങനെ പേടിയായിട്ട് തന്നെ, ഇങ്ങനെ മുടി കൊഴിയാണ്, ദിവസം ഇത്ര മുടി കൊഴിയുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് എന്താവുന്ന സിറ്റുവേഷൻ, അത്രയ്ക്കും പേടിയോടെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത്, ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പരിധിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്തുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നതെന്നും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്ത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കുകയാണ്, നമ്മൾ ഈ മുടീൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണ്. കുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും പറയും കിണർ വെള്ളത്തിൽ തന്നെയാണ് കുളിക്കുന്നത്, അല്ലെങ്കിൽ ചിലരാണെങ്കിൽ കോർപ്പറേഷൻ വാട്ടർ, ഇങ്ങനെ പല പല രീതിയിൽ വെള്ളത്തിലാണ് നമ്മൾ കുളിക്കുന്നത്. നമ്മൾ ദിനത്തിൽ തുടങ്ങുമ്പോൾ തന്നെ കുളിച്ചിട്ടാണ് ആൾക്കാർ എല്ലാ പരിപാടിക്കും പോകുന്നത്. അപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കുളിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പലർക്കും ഇത് അറിയുന്നുണ്ടാവില്ല. നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മുടി കൊഴിയാൻ വേണ്ടിയിട്ട് വളരെയധികം റീസൺ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമുക്കതിന് വളരെയധികം മുടി കൊഴിച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളം, നമ്മൾ വീട്ടിലുള്ള കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടർ വെള്ളം നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, അതിൽ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ടോയെന്ന്. അങ്ങനെ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് കണ്ടുവരികയാണെങ്കിൽ അതൊന്ന് ഫിൽട്ടർ ചെയ്യുന്ന രീതിയിൽ ഫിൽട്ടർ ചെയ്ത് എടുത്തതിന് ശേഷം അത് കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഈ ഒരു ഹെയർ ലോസ് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കുളിക്കുന്ന കാര്യം പറഞ്ഞു, കുളിക്കാൻ നമ്മൾ വെള്ളത്തിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാമ്പു, പല രീതിയിലുള്ള ഷാമ്പു, പല കമ്പനികളിലെ ഷാമ്പു യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഷാമ്പു യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവത്തില്ല ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ ഈ ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷാമ്പു ആണോ സോപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂവിൽ അല്ലെങ്കിൽ പല ക്രീമും ജെല്ലും ഇങ്ങനത്തെ പലതും യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹെയറിലേക്ക് വേണ്ടിയിട്ട്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഷാമ്പൂലോ അല്ലെങ്കിൽ ഹെയർ ജെല്ലോ ഹെയർ ക്രീം യൂസ് ചെയ്യുമ്പോൾ അതിൽ സൾഫേറ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ ശ്രദ്ധിക്കാം. ഇങ്ങനെ സൾഫേറ്റിൻ്റെ കണ്ടൻറ്റ് ഉള്ള ഷാമ്പു അല്ലെങ്കിൽ ക്രീം അല്ലെങ്കിൽ ഹെയർ ജെല്ലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ദിനമായിട്ട് ഇത് യൂസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് കാരണം നമുക്ക് നല്ല രീതിക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെയധികം മെഡിക്കേഷൻ, മരുന്ന് കഴിക്കാത്ത ഒരാളുകൾ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണാൻ സാധിക്കില്ല. എല്ലാ രൂപത്തിലും നമ്മൾ ചെറിയൊരു വേദന വരുമ്പോഴേക്കും ആർത്രൈറ്റിസ്, നമ്മൾ മുട്ടുവേദന, കാൽമുട്ടുവേദന, കൈമുട്ടുവേദന, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി, അല്ലെങ്കിൽ ഒരു തലവേദന, അല്ലെങ്കിൽ BP ഉള്ള ആൾക്കാർ, ഷുഗർ ഉള്ള ആൾക്കാർ, ഇങ്ങനെ എല്ലാ ആൾക്കാരും മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ദിനം നമ്മൾ മരുന്നുകൾ കഴിച്ചു വരുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന മരുന്ന് നമ്മുടെ ബോഡിയിലേക്ക്, നമ്മൾ ഈ ഡ്രഗ്സ് കഴിക്കുന്ന സമയത്ത് 5-ആൽഫ റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം ഈ ഡ്രഗ്സ് നമ്മളെ ബോഡിയിലേക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എൻസൈം നമ്മളെ ബോഡിയിൽ വന്നിട്ട് നമ്മളെ ഹെയർ ഫോളിക്കിൾസിൽ വളരെയധികം ഡാമേജ് ആണ് ഇത് വരുന്നത്. ഈ എൻസൈംസ് നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മരുന്നുകൾ എടുക്കാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് ആളുകൾക്ക് പറയും. ഇപ്പോൾ BP ഉള്ള ആൾക്കാർക്കാണ് മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റില്ല, ഈ ഷുഗറുള്ള ആൾക്കാർക്കാണ് ഈ മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റില്ല, ആർത്രൈറ്റിസ് വേദനകൾ അധികമായിട്ടുള്ള അസഹനീയമായ വേദന വരുന്ന സമയത്ത് നമുക്ക് ഈ മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഈ വരുന്ന ഈ എൻസൈം എങ്ങനെ തടയാം, ഇൻഹിബിറ്റ് ചെയ്യാം, ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ നമ്മളെ ബോഡിയിൽ അതിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഹെയർ ഫോളിക്കൽസിൽ അതിന് ഡാമേജ് ഇല്ലാതെ വരുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓണിയൻ, നമ്മൾ ഉള്ളി എടുത്തതിന് ശേഷം ഉള്ളിൻ്റെ ജ്യൂസ് എടുക്കുക. ജ്യൂസ് എടുത്തതിന് ശേഷം അത് അതേ ഇപ്പം നമ്മൾ 1 കപ്പ് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ അതേ അളവിന് തന്നെ വെള്ളം എടുത്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളെ സ്കാൽപ്പിൽ, നമ്മളെ ഹെയർ ഫോളിക്സിൻ്റെ റൂട്ടിൽ, നമ്മളെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഉരച്ച് തേച്ച് പിടിപ്പിക്കുക. കുറച്ചൊരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് കഴുകി കളയാവുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ ഗ്രീൻ ടീ, നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കിയതിന് ശേഷം അതും നമ്മളെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് ഇതേപോലെ തന്നെ കഴുകി കളയുകയാണെങ്കിൽ നമുക്ക് ഈ എൻസൈം ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എൻസൈമിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും. ഇതേപോലെ നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വളരെയധികം മുടി കൊഴിച്ചിലും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഹോർമോണൽ ഇംബാലൻസ് നോക്കുമ്പോൾ ഇപ്പോൾ സ്ത്രീകളിൽ നമ്മൾ അധികം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും മെൻസ്ട്രൽ സൈക്കിൾ വരുന്നുണ്ട്.
ഈ സമയത്ത് നമുക്ക് ഈസ്ട്രജൻ്റെ അളവ് കൂടുന്ന ഒരു പ്രവണത നമുക്ക് കാണുന്നുണ്ട്. ഈ ഈസ്ട്രജൻ്റെ അളവ് കൂടുന്ന സമയത്തും നമുക്ക് ഇതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതേപോലെ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ വരുന്ന സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് കൊണ്ട് വരും. ഈസ്ട്രജൻ്റെ അളവ് കൂടുക എന്ന് പറയുന്നത് നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ കൂടുന്ന സമയത്താണ്. ഇതേപോലെ ഇപ്പോൾ മെനോപോസ് ആയ സ്ത്രീകളിലാണെങ്കിൽ, നമ്മളെ ആർത്തവം നിന്ന സ്ത്രീകളാണെങ്കിൽ അവർക്കും ഹെയർ ലോസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നോക്കുന്ന സമയത്ത് ഈ ആർത്തവം നിന്ന സ്ത്രീകളിൽ കോർട്ടിസോളിൻ്റെ അളവുകൾ കൂടുതലായിരിക്കും. ഈ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്ന സമയത്ത് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത അതിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മെൻസ്ട്രൽ പീരിയഡിൻ്റെ സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് കൂടുന്ന സമയമാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സീ ഫുഡ്സ്, ഈ മത്സ്യങ്ങൾ, ചെറിയ ചെറിയ മത്സ്യങ്ങളുണ്ടാവില്ലേ, അയില, മത്തി, ഇങ്ങനത്തെ omega-3 കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇങ്ങനെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ നല്ല നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈസ്ട്രജൻ്റെ അളവ് കുറയ്ക്കാവുന്നതും ഈ മെൻസ്ട്രൽ പീരിയഡിൽ ഉണ്ടാവുന്ന ഈ ഈസ്ട്രജൻ്റെ കുഴപ്പം കൂടുതൽ കാരണം നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹെയർ ഫോൾ നമുക്ക് കുറച്ച് വരാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഹോർമോണൽ ഇംബാലൻസ്, കോർട്ടിസോളിൻ്റെ അളവ് കുറിച്ച് മെനോപോസ് ആർത്തവ കഴിഞ്ഞതിന് ശേഷമുള്ള സ്ത്രീകളിലാകുമ്പം ഈ കോർട്ടിസോളിൻ്റെ അളവ് നമ്മൾ കുറച്ച് വരികയാണെങ്കിൽ നമുക്ക് അതിന് സ്ട്രെസ്സും കാര്യങ്ങളും കൂടുമ്പോഴാണ് കോർട്ടിസോൾ കൂടുന്നത്. അപ്പം അത് കുറച്ച് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന ഹെയർ ഫോൾ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പോഷകക്കുറവ് കൊണ്ട് വളരെയധികം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, പോഷകക്കുറവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്ന എല്ലാവരും പറയുന്നത്. ഈ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, ബി, സി ഇങ്ങനെ വളരെയധികം കുറവുള്ളതും, അതേപോലെ തന്നെ നമുക്ക് ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അയൺ കണ്ടന്റ് നല്ല രീതിക്ക് വേണം, സിങ്കിൻ്റെ കണ്ടന്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, അയണിൽ ഫോളേറ്റിൻ്റെ കണ്ടന്റ് ഒക്കെ വേണം. ഇതൊക്കെ കുറയുന്ന സമയത്തും അതേപോലെ പ്രോട്ടീൻ്റെ കുറവുള്ള സമയത്തും നമുക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ കണ്ടുവരുന്നുണ്ട്. ഈ മുടി കൊഴിച്ചൽ നല്ല രീതിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പച്ചില കറികൾ, നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഓൾമോസ്റ്റ് എന്താ പറയുക നല്ലോണം ഈ എന്താ പറയുക വൈറ്റമിൻ സി ഒക്കെ അവൈലബിൾ ആയിരിക്കും. നല്ല സിട്രസ് ഫ്രൂട്ട്സിൽ നല്ല അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നല്ല ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, വൈറ്റമിൻ എ ഒക്കെ കിട്ടാൻ വേണ്ടി നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതേപോലെ നമുക്ക് എത്രത്തോളം ഫുഡൊന്നും കിട്ടുന്നില്ല, എത്ര കഴിച്ചിട്ടും ഫുഡൊന്നും കിട്ടുന്നില്ല എന്നൊരിത് കാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് ഉണ്ട്, B12 സപ്ലിമെൻറ്റ്സ് ഉണ്ട്, അതേപോലെ അയൺ കണ്ടന്റ്, അയൺ ടാബ്ലറ്റ്സ്, സിങ്ക് ടാബ്ലറ്റ് എല്ലാം നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ടും കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഫുഡിലൂടെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സൈഡ് ബൈ സൈഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ കുറവുകൊണ്ടോ വരുന്ന ഈ ഒരു മുടി കൊഴിച്ചിലാണെങ്കിൽ നമുക്ക് അതും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ തൈറോയിഡ് ഉള്ള പേഷ്യൻസിൽ, തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ആവശ്യത്തിലധികം ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഹോർമോൺസ് ഉൽപാദനം ഇല്ലാതാവുന്ന സമയത്തും നമുക്ക് ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ ബുദ്ധിമുട്ടുള്ള സ്ത്രീകളിൽ നമ്മൾ ഈ മുടി കൊഴിച്ചിൽ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഹൈപ്പർ തൈറോയിഡോസ് ഉള്ളത് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡോസ് അധികമാവുമ്പോഴും കുറയുമ്പോഴും ഉൽപാദനം കൂടുതൽ ആവുമ്പോഴും അല്ലെങ്കിൽ കുറയുന്ന സമയത്തും നമുക്കിത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ നോക്കണം അധികമായിട്ടും ഉൽപാദനം കുറയുന്ന സമയത്തിനാണ് ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷനിലാണ് അധികമായിട്ട് മുടി കൊഴിച്ചിൽ നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്താ സംഭവിച്ചത്, നമ്മൾ T4 നമ്മൾ തൈറോയിഡ് ഗ്രന്ഥി സെക്രീറ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന T4, T3 ഇങ്ങനെ ഹോർമോൺസ് ഒക്കെ ഉണ്ട്. ഈ T4 ഹോർമോൺ T3 ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം ആവുന്നത്. അപ്പോൾ ഈ ഒരു കൺവേർഷൻ നടക്കാൻ വേണ്ടി മെയിൻലി ഒരു സെലീനിയം എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഈ സെലീനിയത്തിൻ്റെ കണ്ടന്റ് കുറയുന്ന സമയത്ത് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ T3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെലീനിയത്തിൻ്റെ കുറവുകൊണ്ട് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വരുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഈ ഒരു കൺവേർഷൻ നടക്കുന്നത് നമുക്ക് ഫാറ്റി ലിവറിൽ വെച്ചാണ് ഈ ഒരു കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിവറിൽ നമുക്ക് ഫാറ്റി ലിവറായിട്ട് നമ്മൾ ലിവർ ഇൻഫ്ലെയിംഡ് ആയിട്ട് അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി അധികമായിട്ട് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ലിവർക്ക് നമ്മൾ കരൾ നല്ല രീതിയിൽ ഫങ്ഷൻ ആവാത്ത സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, ഹൈപ്പോതൈറോയിഡിസം. അതുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ കാണാം. അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈസ്ട്രജൻ കൂടുന്ന സമയത്ത്, അപ്പം നമുക്ക് ഇങ്ങനെ ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ഈസ്ട്രജൻ്റെ ഇതുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു കൺവേർഷൻ കറക്റ്റ് ഒരു ഹോർമോൺസ് സെക്രീറ്റ് ആവാണ്ട് ഇതിൻ്റെ കൺവേർഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഹോർമോൺ കുറവുണ്ട് നമുക്ക് ഈസ്ട്രജൻ എലിമിനേഷൻ്റെ ഒരു പ്രോസസ്സ്, ഈസ്ട്രജൻ അടിഞ്ഞു കൂടുന്നുണ്ട്, അതിൻ്റെ ഒഴിവാക്കുന്ന ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഒഴിവാക്കുന്ന ഒരു പ്രക്രിയ ഈ ഹൈപ്പോതൈറോയിഡിസുള്ള പേഷ്യൻസിൽ നടക്കുന്നില്ല കറക്റ്റായിട്ട്. അപ്പം ഇത് അടിഞ്ഞു കൂടി വരുന്നുണ്ട്. ഇത് അടിഞ്ഞു കൂടുന്ന സമയത്ത് ഈസ്ട്രജൻ ഡോമിനൻസ് വരും. ഈ ഒരു കണ്ടീഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈസ്ട്രജൻ കൂടുന്ന നമ്മൾ ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സിറ്റുവേഷനിലേക്ക് നമ്മൾ ഈസ്ട്രജൻ കൂടുന്ന സമയത്ത് അതുകൊണ്ടും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിലുള്ള പച്ചവർഗ്ഗ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഈ സെലീനിയം കണ്ടന്റുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ നട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കുന്നുള്ളൂ. ഫാറ്റി ലിവർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ മാറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നോക്കി വരികയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട്
ഉണ്ടാകുന്ന ഹെയർ ലോസ് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇതേപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് വളരെയധികം ടെൻഷനും എല്ലാ ആൾക്കാരിലും നമ്മൾ ഈ ഒരു പ്രായപരിധി, ഇപ്പം പ്രായപരിധിയൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഈ സ്ട്രെസ്സ് ടെൻഷൻ എന്ന് പറയുന്ന കാര്യം. അധികമായിട്ട് ടെൻഷൻ ആവുന്ന സമയത്ത്, സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടും. ഞാൻ ഓൾറെഡി കോർട്ടിസോൾ കാരണം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു, നമുക്ക് മെനോപോസ് ആർത്തവം കഴിഞ്ഞ സ്ത്രീകളിൽ. അപ്പോൾ എല്ലാം തന്നെ അതില്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ നോർമലി സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് നമുക്ക് ഈ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നത് നമ്മുടെ ശരീരത്തിൽ. അങ്ങനെ ആവുന്ന സിറ്റുവേഷനിലും നമുക്ക് ഹെയർ ഫോൾ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഒന്ന് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രീത്തിങ്ങോ യോഗയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കൊന്ന് കാമായിട്ട് ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിയിട്ട് ഈ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുന്നിടത്ത് എത്രത്തോളം നമ്മൾ കുറയ്ക്കുന്നോ അത്രത്തോളം നമുക്ക് ഈ മുടി കൊഴിച്ചിൽ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് നമ്മളെ ഗട്ട് ഹെൽത്ത്, നമ്മളെ ഇൻഡസ്റ്റൈൻ, ഇങ്ങനത്തെ ഗട്ട് ഹെൽത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളും നല്ല രീതിയിൽ എന്താ പറയുക തകരാറാവുന്നത്, പ്രോപ്പർ അല്ലാണ്ട് അതിൻ്റെ ഒരു ഇംബാലൻസിലേക്ക് എത്തുന്നുണ്ട്. അപ്പം അല്ലാതെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് അധികമായിട്ട് എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ്, സ്റ്റെറോയിഡ്സ്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കൂടുന്ന സമയത്തും നമ്മളെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയാസ്, നമുക്ക് നമ്മളെ ഗട്ടിൽ നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ, നല്ല രീതിയിൽ എല്ലാ ഫംഗ്ഷനും നടക്കണമെങ്കിൽ നമുക്ക് കുറേ നല്ല ബാക്ടീരിയസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അധികമായിട്ട് ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയസ് മൊത്തം നശിക്കുകയും നല്ല ബാക്ടീരിയസിന് വളരാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലാതാവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഇൻഡസ്റ്റൈനിൽ നല്ല ബാക്ടീരിയസ് ഇല്ലാതാവുന്ന സമയത്തും നമുക്ക് ഹെയർ ഫോൾ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ വളരെയധികം കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ല ഫുഡ്, നമ്മൾ ഗട്ട് ഹെൽത്ത് പ്രോപ്പറായിട്ട് ഇല്ലാതാവുന്നത് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ ഡെയിലി എന്താണ് കഴിക്കുന്നത് നോക്കുകയാണെങ്കിൽ നമ്മൾ അരിഭക്ഷണമാണ് അധികം കഴിച്ചു വരുന്നത്. അരിഭക്ഷണം എന്ന് പറയുമ്പോൾ രാവിലെ 2 ദോശയോ ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, രാത്രി ചപ്പാത്തി കഴിക്കുന്നത്, ഇങ്ങനെ എന്ത് കഴിക്കുമ്പോഴും ചപ്പാത്തി കഴിക്കുന്ന ഗ്ലൂട്ടനും അധികമാവുന്നുണ്ട്. അപ്പം നമ്മൾ ഗട്ടിൽ അധികമായിട്ട് ഗ്ലൂട്ടനും പിന്നെ കഴിക്കുന്ന അന്നജമൊക്കെ കൂടുന്ന സമയത്ത് നമുക്ക് ഹെയർ ഫോൾ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അന്നജം കഴിക്കുന്നത് നല്ല രീതിയിൽ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറയ്ക്കുക എന്നുള്ളത് നല്ല ഗട്ട് ഹെൽത്ത്. നമ്മൾ ഈ അന്നജം കൂടുതൽ കഴിക്കുമ്പം ആവശ്യമില്ലാത്ത എന്താ പറയുക കുറേ നമുക്ക് എന്താണെങ്കിലും കുറേ രീതിയിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയാസ് നമുക്ക് കുറേ ഗട്ടിലുണ്ടാവും പറഞ്ഞു, അതേപോലെ തന്നെ ആവശ്യമില്ലാത്തതുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന അരിഭക്ഷണമൊക്കെ ഈ ആവശ്യമില്ലാത്ത ബാക്ടീരിയാസിനുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലുള്ള നിക്കോട്ടിൻ സബ്സ്റ്റൻസ്, അരിയിലൊക്കെയുള്ള നിക്കോട്ടിൻ സബ്സ്റ്റൻസ് ആവശ്യമില്ലാത്ത ബാക്ടീരിയാസിന് വളരാനുള്ള ഒരു ഫുഡാണ്. അപ്പം നമ്മളിത് അധികമായിട്ട് ഡെയിലി അന്നജം കഴിക്കുന്നതിൽ നമ്മൾ അതിനുള്ള ഗ്രോത്ത് വളരാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഗട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. സിറ്റുവേഷൻ സാഹചര്യം ഒരു മീഡിയം തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുമ്പം നമുക്ക് നല്ല ബാക്ടീരിയാസിന് വളരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവേ നല്ല ഫുഡ്, അന്നജം ഒഴിവാക്കിയിട്ട് നല്ല കൊഴുപ്പും നല്ല പ്രോട്ടീനും നല്ല ന്യൂട്രിയൻസ് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഗട്ട് ഹെൽത്ത് കിട്ടുകയും ചെയ്യും. നല്ലൊരു ഗട്ട് ഹെൽത്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും, ഈ മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. ഇതേപോലെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ബീട്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ബീട്രൂട്ട് വൈന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബീട്രൂട്ട് എന്തെങ്കിലും ഉപ്പേരിയോ സാലഡ്സ് ഇങ്ങനെയൊക്കെ ബീട്രൂട്ട് ഉൾപ്പെടുത്തണം. ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന കെരോട്ടിനോയിഡ്സ്, നൈട്രേറ്റ്സ് എന്ന കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ഹെയർ ഫോൾ, നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവാൻ, നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ, രക്തോട്ടം ഉണ്ടാവാനും, അപ്പോൾ നമ്മളെ ഹെയർ ഫോളിക്കിൾസിന് സ്ട്രെങ്ത് വെക്കാനും നല്ല ശക്തി കിട്ടുകയും അത് വളരാനുള്ള ഒരു നല്ലൊരു മീഡിയം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല സ്ട്രെങ്ത് ഉള്ള ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹെയർ ഫോൾ ഒഴിവാവുകയും നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും നമുക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ PCOS, നമ്മൾ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, ഇങ്ങനെ ഒരു കണ്ടീഷനുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് വളരെയധികം, ഞാൻ ഓൾറെഡി ഈസ്ട്രജൻ കൂടും, മെൻസ്ട്രൽ സൈക്കിളിൽ ഈസ്ട്രജൻ കൂടുമ്പോൾ നമുക്ക് ഹെയർ ഫോൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വരുന്നത് നമ്മളെ അഡ്രിനൽ ഗ്രന്ഥി വളരെയധികം ആൻഡ്രോജൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് PCOS എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കണ്ടീഷനുള്ള ആൾക്കാർക്ക് ഈ ആൻഡ്രോജൻ ഹോർമോൺസ് അധികമായി ഉൽപ്പാദിക്കപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഹെയർ ഫോളിക്കിൾസിൻ്റെ സ്ട്രെങ്ത് ഇല്ലാതെയും അധികമായി മുടിക്കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ PCOS എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ആൻഡ്രോജൻ ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം കുറയും, ഇങ്ങനെ ഒരു കണ്ടീഷൻ മാറും. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഫോളും മുടികൊഴിച്ചിലും കാര്യങ്ങളും മാറി കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വിറ്റമിൻ, ഞാൻ ഓൾറെഡി ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, പോഷകക്കുറവുള്ള കാര്യങ്ങൾ, വിറ്റമിൻ B12 എല്ലാ കാര്യങ്ങളും, വിറ്റമിൻ A, വിറ്റമിൻ C ഒക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ബയോട്ടിൻ, വിറ്റമിൻ B7 ഇതിൻ്റെ കുറവുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള കാര്യമുണ്ട്. അപ്പോൾ വൈറ്റമിൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് B12 ആണെങ്കിലും
സി അല്ലെങ്കിൽ സിങ്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ന്യൂട്രീഷൻസ് കിട്ടാനുള്ളതാണെങ്കിൽ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉറക്കവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉറക്കക്കുറവ് ഉണ്ടാകുന്ന സമയത്തും നമുക്ക് അധികമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളും വരും. കോർട്ടിസോൾ ഹോർമോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്, മുടി കൊഴിച്ചിലുണ്ടാകാനുള്ള കാരണമാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെയർ ഫോൾ ഇല്ലാതാക്കി മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഹെയർ ഫോളിക്കിൾ സ്ട്രെങ്ത് കൂടിയിട്ട് നല്ല സ്ട്രെങ്ത് ഉള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോ നമുക്ക് കാണാം. താങ്ക്